പ്രിയമുള്ളവരെ, തെരുവിലേക്ക് സ്വാഗതം. ഇന്ന് 2 ലോക നേതാക്കന്മാരെ കുറിച്ചാണ്. ഒന്ന് നമ്മുടെ നെതന്യാഹു, ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതും ഈ ഭൂമി ലോകത്തിന് ഏറ്റവും ഭാരവുമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള അമേരിക്കൻ പ്രസിഡൻറ്റ് നമ്മുടെ ട്രംപ് സാറ്. നെതന്യാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്ന 2-3 പ്രസ്താവനകളുണ്ട്. കഴിഞ്ഞ കാലങ്ങളോളമായിട്ട് ഒരു ഭൂപ്രദേശം മുഴുവൻ അവരുടെ എല്ലാ സന്തോഷങ്ങളെയും തച്ചുടച്ചിട്ട് അവരുടെ പ്രയാസങ്ങളുടെ നേരെ ഒരു നോട്ടം നോക്കാതെ, അതിലൊരു ദുഃഖം കാണിക്കാതെ, അവർ മനുഷ്യരാണെന്ന് പരിഗണിക്കാതെ, അവരുടെ ദുഃഖം ഒരു ദുഃഖമാണെന്ന് അംഗീകരിക്കാതെ നരനായാട്ട് നടത്തിയൊരു മനുഷ്യൻ ഇന്ന് പറയുകയാണ്, എൻ്റെ മോൻ്റെ കല്യാണം നീട്ടിവെക്കേണ്ടി വന്നു. കാലത്തിൻ്റെ ഒരു പോക്കെ. ദൈവമുണ്ട് കേട്ടോ, ദൈവമുണ്ട്. ഇങ്ങനെ ദൈവം ഇല്ലാത്തവരെല്ലാം ദൈവം ഇല്ലാതെ തന്നെ നിശ്ചയിച്ച് പറയുകയും വേണ്ട. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ദൈവത്തിന് എന്നെ സാധിക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം മുന്നേ എല്ലാം അയാൾ പറഞ്ഞെന്താന്ന്, എന്നെ വെല്ലാൻ ഈ ഭൂമി ലോകത്താരും ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് നടക്കും. UN അംഗീകരിക്കില്ല. എത്ര UN ആരോഗ്യ പ്രവർത്തകരെയാണ് കൊന്നത്? എത്ര സത്യസന്ധരായിട്ടുള്ള മാധ്യമപ്രവർത്തകരെയാണ് കൊന്നത്? ഇതൊന്നും ഒരു കൊലയായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ മരിക്കുന്ന സമയത്ത് അത് മരണമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം പോകുന്ന സമയത്ത് അത് സന്തോഷങ്ങൾക്ക് ത്യാഗമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഇടുങ്ങി ചുരുങ്ങി. ഭയങ്കര കഷ്ടമാണ്. അദ്ദേഹം ഒന്നും നേതാവല്ല കേട്ടോ, നേതാവാകാനൊന്നും പക്വതൊന്നും ആക്കില്ല. മനുഷ്യരായിട്ട് കാണാൻ കഴിയാത്ത ആരാണ് നേതാവാകുക? അപ്പോട്ടെ. പിന്നെ മറ്റൊരാളുണ്ട് കേട്ടോ, ഡൊണാൾഡ് ട്രംപ്. എൻ്റെ അമ്മച്ചി, അമേരിക്ക നമ്മളെക്കാൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അമേരിക്കയിലുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. യൂറോപ്യൻസ് എങ്ങനെയാണ് അവരെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ അവർ പിന്നെ 10-50 വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മളുടെ ആരോഗ്യം അവരെക്കാൾ ഒരുപാട് മുന്നേ ഉള്ള ആരോഗ്യമാണ്. എല്ലാം കൊണ്ടും നമ്മളെക്കാൾ എത്രയോ മുന്നേ പോകുന്നൊരു വിഭാഗം. പക്ഷെ അവരേറ്റവും പിന്നിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നറിയോ, ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള കപ്പാക്കുറ്റി ഒരിക്കലാണ്ടായിപ്പോയില്ലേ. ഇതെന്ത് നേതാവാ? ഇപ്പോൾ ഇയാൾ ലോകസമാധാനം ഞാനുണ്ടാക്കുന്നു പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ അയാൾക്കൊരു സമാധാനം എന്ന് പറഞ്ഞ സാധനം അയാളെ മുഖത്ത് കാണുന്നില്ല, അയാളെ സംസാരത്തിൽ കാണുന്നില്ല, അയാളെ പ്രവൃത്തി കാണുന്നില്ല. അയാൾ വിഭ്രാന്തിയിൽ നടക്കുക. അങ്ങനത്തെ ആൾ എങ്ങനെ നമുക്ക് സമാധാനം ഉണ്ടാക്കി തരിക? നിങ്ങളെന്താ ഈ പറയുന്നത്? വെറുതെ ഓരോന്ന് പറയലാന്ന് പറയുങ്ങളെല്ലാവരും കൂടിയിട്ട്. അയാൾ പറയാൻ ഞാനായി ചെയ്യും, ഞാനായി ചെയ്യില്ല, ഞാൻ പിന്നെ ഇയാളെ കൊല്ലും, ഇറാൻ്റെ പരമോന്നത നേതാവിനെ കൊല്ലാണ്ടിക്കും. ഇതെല്ലാം ഒരു പ്രഖ്യാപനമാണോ? കൊല്ലാണ്ടിക്കുന്നെല്ലാം ഒരു ഭീഷണി വെച്ചിട്ട് ഭീഷണിയായിട്ട് പറയാം, ഞാൻ കൊല്ലും, നാളെ മറ്റന്നാൾ ഞാൻ കൊന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരും, നിങ്ങൾക്ക് എൻ്റെ കൈമ കത്തി കാണാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗെല്ലാം അടിക്കുന്ന ഒരാളെ അഞ്ചിക്കേണ്ട കുഴപ്പമില്ലായിരുന്നു. ഇത് അടയില്ല ഇവിടെയില്ല എന്തെല്ലോ ഒരു കളി കളിക്കുകയാണ്. എൻ്റെ ട്രംപേട്ടാ, നിങ്ങളപ്പാ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പത്രസമ്മേളനവും ഒരു പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുക. ഈ ഭീഷണിയെല്ലാം ഒഴിവാക്ക്, നല്ല മനുഷ്യനായി. നമ്മളെല്ലാം ആഗ്രഹമാണ്. കാരണം നിങ്ങളെല്ലാം നന്നായാൽ നമ്മളെല്ലാം രക്ഷപ്പെട്ട്, നിങ്ങൾ പടക്കായാൽ നമ്മൾ കഷ്ടപ്പെട്ട്, നമ്മളെല്ലാം മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഇറാൻ്റെ ബോംബിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും ജീവനം കൊണ്ട് എങ്ങോട്ട് ഓടാനില്ല. 4 പുറവും കടലാണ്. എങ്ങോട്ട് പോകാനാ? ഒരു പോക്കുമില്ല. അതിനെക്കൊണ്ട് ദയവേദിട്ട് മിഡിൽ ഈസ്റ്റിനെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ വേറെ ഇടയിൽ നോക്കി. ഇറ്റളിയത്തൊന്നും ഇപ്പോൾ ഒന്നുമില്ലേ, കച്ചവടം ഇല്ല, പൈസ ഇല്ല, ഒന്നുമില്ല. ഭയങ്കര കഷ്ടമാണ്. അങ്ങനത്തെ ഒരു ദുനിയാവിൽ എന്തിനാണ് പിന്നെ യുദ്ധം കൊണ്ട് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ആ സമയത്ത് അച്ചങ്ങാനോട് പറഞ്ഞുകൂടാനോ? ഓലൊന്നും ഉള്ളിലെന്താ ഇരിപ്പൊന്നും അറിയലേ? വല്ല മിണ്ടാണ്ട് നിൽക്കുന്നത് നോക്കണ്ട. മേത്ത് കയറി കളിച്ചിട്ട് പിന്നെ തിരിച്ചടി കിട്ടുന്നേരോ കാക്ക ട്രംപേട്ടാന്ന് പറഞ്ഞിട്ട് എന്നെ കൊള്ള വരണ്ടെന്നുള്ള ആദ്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ പ്രശ്നമൊന്നും വരികയില്ലേ. എന്തൊരു കഷ്ടമാണ്.